സംസ്ഥാന വ്യവസായ IT AI വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ വീഡിയോ ക്ലിപ്പുകളിലൂടെയും അതുപോലെ വാർത്താമാധ്യമങ്ങളോടും ഒക്കെ പങ്കുവെക്കുകയുണ്ടായി. ഞാനിന്ന് പത്രമൊക്കെ നോക്കുമ്പോൾ അതിന് അത്ര വലിയൊരു ഒരു പരിഗണന അല്ലെങ്കിൽ പ്രാധാന്യം കൊടുത്തിട്ടില്ല. യഥാർത്ഥത്തിൽ ഈ മേഖലകളിൽ ഇനി നടക്കാൻ പോകുന്ന കാലത്തെ സംഭവ വികാസങ്ങളുടെ ഒരു ശരിയായ പക്വതയുള്ള കാര്യക്ഷമതയുള്ള ഒരു ഇടപെടലിൻ്റെ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ മന്ത്രിയുടെ ഇടപെടലും അതിനെ തുടർന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകളും. ആദ്യം ഇതൊന്ന് കേൾക്കാം. ഓറോ ഹെൽത്തിൽ നിന്ന് പോകുന്ന ആവുന്നത്ര ആളുകളെ ഇതിലെ ജിടെക്കിലെ കമ്പനീസ് എടുക്കും, അബ്സോർബ് ചെയ്യും. ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുമ്പോൾ പ്രോബ്ലംസ് വരും കമ്പനികൾക്ക്. പക്ഷേ അതൊരു സ്ട്രെങ്ത്തായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് നാളെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കൾച്ചർ കേരളത്തിലുണ്ട് എന്നൊരു മെസ്സേജ് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഈ പുതിയതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം അത് ഒരു നിസ്സാരമായ മാറ്റമല്ല. തൊഴിൽ രംഗത്തും സേവന രംഗത്തും ഔട്ട്പുട്ടിലും സെമി കണ്ടക്ടർ മേഖലയിലുമൊക്കെ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു കൊടുങ്കാറ്റാണ് വളരെ നിശബ്ദമായി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇന്നലകളിലും ഇന്നുമൊക്കെയുള്ള പലതും കടപുഴകി വീഴും. ആ സന്ദർഭങ്ങളിൽ നമ്മുടെ പരമ്പരാഗത തൊഴിൽ ശൈലിയോ അല്ലെങ്കിൽ പരമ്പരാഗതമായ സമരശൈലിയോ സ്വീകരിച്ചാൽ ആ ശൈലി അവസാനം എത്തിച്ചേരുക സർവനാശത്തിലായിരിക്കും. കോറോ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കമ്പനി കുറച്ച് ജീവനക്കാരെ പിരിച്ചുവിട്ടു. വളരെ പെട്ടെന്നാണ് പിരിച്ചുവിട്ടത്. അതിന് നിയമപരമായ ആ ഗ്രൗണ്ടൊക്കെ ഉണ്ടാക്കിയാണ് അവർ ചെയ്തത്. അത് കണ്ട് അതിൻ്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും അവരുടെ മനുഷ്യത്വപരമായ സംഗതികളുമൊക്കെ ഒരു വലിയ വിഷമകരമായ സ്ഥിതി തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് ഒരു ദിവസം രാവിലെ തൊഴിലില്ല എന്ന് പറയുന്ന ഒരു സന്ദർഭം. പക്ഷേ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി തൊഴിൽ മേഖലയിൽ പുതിയ റീഡെഫിനിഷൻ നടക്കുകയാണ്. ആ റീഡെഫിനിഷനിൽ ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസിൽ നമ്മൾ പ്രിപ്പയർഡ് ആവണം. എന്നിട്ട് അതിലേറ്റവും ഫിറ്റായത് സർവൈവ് ചെയ്യും എന്ന് പറയുന്നത് പോലെ അങ്ങനെ സർവൈവ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി ഈ പറഞ്ഞ കൃഷി, അതുപോലെ സ്പോർട്സ്, അതുപോലെ തന്നെ ആരോഗ്യം എന്നൊക്കെ പറയുന്ന ചില മേഖലകൾ ഒഴിച്ചാൽ ബാക്കിയുള്ള സർവ്വ മേഖലകളിലും ഈ മേഖലകളിലൊക്കെ കടന്നു കയറുമെങ്കിലും അതിൽ കുറച്ചുകൂടി മനുഷ്യാധ്വാനത്തിൻ്റെ പങ്കിനെ വല്ലാണ്ട് കുറയ്ക്കാൻ കഴിയില്ല. പക്ഷേ ബാക്കി ഒത്തിരി മേഖലകൾ പൂർണ്ണമായും AI അങ്ങ് പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു കാർഡ് ഡിസൈൻ ചെയ്യുന്നതിന് നമ്മുടെ ഒരു സഹപ്രവർത്തകൻ കുറച്ച് വിവരങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് ശേഖരിച്ച ശേഷം വളരെ പെട്ടെന്ന് ഒരു ഇനാഗുറേഷൻ്റെ കാർഡ് ഏതാണ്ട് 1-2 മിനിറ്റ് കൊണ്ട് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിന് പുറത്തിറങ്ങുക. നമ്മൾ സാധാരണ ഇത് ചെയ്യിക്കുമ്പോൾ 300 രൂപ, 400 രൂപ, 500 രൂപ കൊടുക്കണം. ആ മേഖലയിൽ പണിയെടുക്കുന്നവർക്കെല്ലാം ഈ ജോലികൾ നഷ്ടപ്പെടും. വേറെന്തെങ്കിലുമൊക്കെ അതിന് പുതുമകൾ അവർ കണ്ടെത്തി പിടിച്ചു നിന്നുകൊള്ളണം. ആ സംഗതിയെയാണ് വളരെ പോസിറ്റീവായി സംസ്ഥാന വ്യവസായ IT വകുപ്പ് മന്ത്രി സമീപിക്കുന്നത്. വെറുതെ എല്ലാവരുടെയും കൂടി അവരെ അടപ്പിക്കും, അവരെ വരപ്പിക്കും, അവരുടെ ഓഫീസിലേക്ക് തള്ളിക്കയറി അത് തല്ലിപ്പൊട്ടിച്ച് അതൊന്നും പരിഹാരമല്ല. അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? നാളുകളിൽ IT മേഖലയിൽ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ഇൻവെസ്റ്റർമാർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകും. കാരണം ഇത് അവരുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. പുതിയ സാങ്കേതിക മാറ്റം ഇപ്പോൾ ഏത് പാർട്ടി ഓഫീസുകളിലുണ്ടോ ഇപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് മിഷൻ? ഏത് പാടത്താണ് ഇപ്പം കലപ്പയും കാളയും ഉള്ളത്? ഏത് വീടുകളിലാണ് ഇപ്പോൾ വിറകടുപ്പുള്ളത്? ഇതെല്ലാം എന്താ പറയുന്നത്, ഇങ്ങനെ കാലത്തിൻ്റെ സഞ്ചാരത്തിന് ഇടയിൽ പുതിയ സാങ്കേതിക വിദ്യകൾ വന്ന് കടപുഴക്കി കൊണ്ടുപോകുന്ന മേഖലയാണ്. അപ്പോൾ അതിന് വളരെ നെടുങ്കൻ പ്രസ്താവനകൾ നടത്തുന്നതിന് പകരമാണ് ജിടെക് കമ്പനികളുമായി സംസാരിച്ച് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമൊക്കെയായി കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ യോഗം ചേർന്ന് ആ യോഗത്തിൻ്റെ വിവരങ്ങളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. എന്ന് വെച്ചാൽ കോറോ ഹെൽത്തിലെ കഴിയാവുന്നത്ര ജീവനക്കാരെ ഈ കമ്പനി അബ്സോർബ് ചെയ്യും. നാളുകളിൽ അത്തരമൊരു മ്യൂച്വാലിറ്റി, അത്തരമൊരു പ്ലാൻ കേരളത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കൊടുങ്കാറ്റിനെ അതിജീവിക്കാനാവൂ. അതിന് പകരം സമരം ചെയ്യലും അകത്ത് കയറി അവൻ്റെ മുറിതല്ലി പൊട്ടിക്കലും ഒക്കെ ആയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതിന് വേറെ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി വാഴൂർ പടി വഴിയൊന്നും പോകേണ്ട കാര്യമില്ല. ആലപ്പുഴയിലെ പല ഫാക്ടറി പ്രദേശത്തോട്ട് പോയാൽ കാണാം
മാവൂറിലെ ഗോളിയർ റയോൺസിൻ്റെ അടുത്ത് പോയാൽ കാണാം. ആ കെട്ടിടങ്ങളുമൊക്കെ അതിന് സാക്ഷിയാണ്. അപ്പോൾ ഇനിയെങ്കിലും ഈ കാലത്തെങ്കിലും ഈ ചെറുപ്പക്കാരുടെയൊക്കെ ഒരു ഭാവി ഓർത്ത് കുറച്ച് വീടുകളിലെങ്കിലും വൈസി എന്നവരെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൂത്രമൊഴിക്കാനും ആശുപത്രി കൊണ്ടുപോകാനും കുറച്ച് ചെറുപ്പക്കാരെങ്കിലും അവശേഷിക്കട്ടെ എന്നുള്ള ഒരു സാമൂഹിക ബാധ്യതയിൽ കുറച്ചുകൂടി പക്വതയുള്ള കാഴ്ചപ്പാടുകൾ ഈ വ്യവസായ മന്ത്രി സ്വീകരിക്കുന്നത് പോലെ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന.